നമസ്കാരം. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഹൃദയഭൂമിയായ വാഷിംഗ്ടണിൽ നിന്നും അതീവ സന്തോഷകരമായ വിശേഷങ്ങൾ പങ്കുവച്ച് അമേരിക്കയുടെ സെക്കൻഡ് ഫാമിലി രംഗത്തെത്തിയിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ സെക്കൻഡ് ലേഡി ഉഷ വാൻസ് തങ്ങളുടെ 4ാമത്തെ കുഞ്ഞിന്റെ വരവോടെ 6-അംഗ കുടുംബമായി മാറിയതിന്റെ ആനന്ദ നിമിഷങ്ങൾ ലോകത്തിനു മുന്നിൽ പങ്കുവച്ചു. ഈ മാസം തുടക്കത്തിൽ ജനിച്ച ആൺകുഞ്ഞിനൊപ്പമുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം കൂടി എത്തിയതോടെ സന്തോഷത്തിലായ തങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി ഉഷ വാൻസ് തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കി. പുതിയ കുഞ്ഞ് അതിഥിയായ അലക് എലിയാസ് വാൻസിനൊപ്പമുള്ള കുടുംബ ചിത്രങ്ങളും 4 കുട്ടികളെയും ഒരുമിച്ച് നിർത്തി കൃത്യമായ ഒരു കുടുംബചിത്രം പകർത്താൻ നടത്തിയ കഷ്ടപ്പാടുകളും അവർ തമാശ രൂപേണ പങ്കുവച്ചിട്ടുണ്ട്. ഉഷയ്ക്കും JD വാൻസിനും ഇവാനെ കൂടാതെ വിവേക്, മിറാബൽ എന്നീ മക്കളുണ്ട്. ഇപ്പോൾ അലക് കൂടി എത്തിയതോടുകൂടി 4 മക്കളുടെ മാതാപിതാക്കളായി മാറിയിരിക്കുകയാണ് ഈ പ്രമുഖ ദമ്പതികൾ. ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന വസ്ത്രധാരണ രീതിയിലുള്ള ചിത്രങ്ങളിൽ നവജാത ശിശുവായ അലക്കിനെ സ്നേഹത്തോടെ പരിചരിക്കുന്ന മൂത്ത സഹോദരങ്ങളുടെ മനോഹരമായ ചിത്രങ്ങളും കാണാം. മേരിലാൻഡിലെ ബെഥെസ്ഡയിലുള്ള വാട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്ററിലായിരുന്നു അലക് നീൽ വാൻസിന്റെ ജനനം. കുഞ്ഞിന്റെ ജനനത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാൻസ് കുടുംബത്തിന് ആശംസകൾ അറിയിച്ചു രംഗത്തെത്തിയിരുന്നു. ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചാണ് ട്രംപ് തന്റെ സന്തോഷം അറിയിച്ചത്. ഈ കുഞ്ഞിന്റെ ജനനം അമേരിക്കൻ എക്സിക്യൂട്ടീവ് ശാഖയിൽ വലിയൊരു ചരിത്ര നാഴികക്കല്ലാണ് കുറിച്ചിരിക്കുന്നത്. നീണ്ട 156 വർഷങ്ങൾക്ക് ശേഷമാണ് പദവിയിലിരിക്കുന്ന ഒരു വൈസ് പ്രസിഡന്റിന് ഔദ്യോഗിക കാലയളവിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. മുൻപ് 1870-ൽ പ്രസിഡന്റ് യൂലിസസ് എസ് ഗ്രാന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സ്കൈലർ കോൾഫാക്സിനും ഭാര്യ എലനും കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു അപൂർവ ചരിത്ര സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു തങ്ങൾ 4ാമതൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന വിവരം ഉഷയും JD വാൻസും ലോകത്തെ അറിയിച്ചത്. പൊതുജീവിതത്തിലെ കടുത്ത സമ്മർദ്ദങ്ങളും തിരക്കുകളും കാരണം ഇനി കൂടുതൽ കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു മുൻപ് ഈ ദമ്പതികൾ. എന്നാൽ JD വാൻസിന്റെ അടുത്ത സുഹൃത്തായ ചാർലി കർക്കിന്റെ വധത്തിന് ശേഷം ഉഷയുടെ മനസ്സിലുണ്ടായ മാറ്റമാണ് പുതിയൊരു കുഞ്ഞിലേക്ക് തങ്ങളെ നയിച്ചതെന്ന് വാൻസ് തന്റെ ഓർമ്മക്കുറിപ്പിൽ വെളിപ്പെടുത്തിയിരുന്നു. ഒരു ജീവിതം തങ്ങളിൽ നിന്നും അപഹരിക്കപ്പെട്ടപ്പോൾ പകരം മറ്റൊരു ജീവിതം ദൈവം നൽകിയെന്നാണ് അദ്ദേഹം എഴുതിയത്. ചാർലി കർക്കിന്റെ ഭാര്യ എറിക്കയുടെ വാക്കുകൾ തന്നിൽ സ്വാധീനം ചെലുത്തിയെങ്കിലും അതിനു മുൻപ് തന്നെ താൻ മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നുവെന്നും ഉഷ വാൻസ് അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണരംഗത്തെ തിരക്കുകൾക്കിടയിലും കുഞ്ഞ് അതിഥിയുടെ വരവ് വാൻസ് കുടുംബത്തിന് വലിയ സന്തോഷവും നന്മയുമാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനും ഭാര്യ ഉഷ വാൻസിനും 4ാമത്തെ ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. 6-അംഗ കുടുംബത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കാൻ ഉഷ വാൻസ് ആശംസകളുമായി ട്രംപ് എത്തിയിരിക്കുന്നു. നീണ്ട 156 വർഷത്തെ അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി പദവിയിലിരിക്കെ വൈസ് പ്രസിഡന്റിന് കുഞ്ഞ് ജനിക്കുന്ന അപൂർവ സംഭവമാണിത്. എന്തായാലും കുഞ്ഞിന്റെ വരവ് പുതിയ ചരിത്രമായെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.